JP's ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഒരു മഴക്കാല എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സൂചി ഗോതമ്പിന്റെ ഒരു കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ റവ വെച്ച് കേസരി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് നുറുക്ക് ഗോതമ്പിന്റെ ഒരു കേസരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ ഒരു കപ്പിന് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഈ പാലിലിട്ട് വേണം ഇത് വേവിക്കാൻ. കുക്കറിലിട്ട് വേവിക്കണം. കാര്യം ഇത് അത്യാവശ്യം കുറച്ച് വേവുള്ളത് കൊണ്ട് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പൊടി ചേർക്കണം. അപ്പം നമ്മൾ പാചകം തുടങ്ങാം. നമ്മൾ കുക്കറിൽ പാലൊഴിച്ചു കൊടുത്തു. ആ കൂടെ നമ്മൾ റവ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ റവ നന്നായിട്ട് വേകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. നുറുക്ക് ഗോതമ്പിന് വേവുള്ളത് കൊണ്ട് നല്ലതുപോലെ വേവിക്കാൻ മറക്കരുതേ. സ്റ്റൗ കത്തിച്ചു, കുക്കർ വെച്ച് കൊടുത്തു. കുക്കറിൽ നമ്മൾ പാലൊഴിച്ചു കൊടുത്തു. അതിലോട്ട് റവ ഇട്ടു. റവ ഇട്ടിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ കൂടെ നമ്മൾ 2.5 കപ്പ് പാലാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് റവ ഇട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂചി ഗോതമ്പിൻ്റെ റവയ്ക്ക് അത്യാവശ്യം നല്ല വേവാണ്. ഇതിപ്പം അതായത് റവ സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ ഒരു 2 വിസിലൊക്കെ നന്നായിട്ട് വേവും. ഇതിപ്പം ഞാൻ കുതിർക്കാത്ത റവയാണ്. അതുകൊണ്ട് കുക്കറിൽ വെച്ചിട്ട് 1 വിസിൽ കേട്ടിട്ട് ഞാൻ തീരെ കുറച്ച് വെക്കും. എന്നിട്ട് അരമണിക്കൂർ വേവുണ്ട്. സൂചി ഗോതമ്പിൻ്റെ റവയ്ക്ക് നല്ല വേവാണ്. അതുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞാലേ അത് വേഗത്തുള്ളൂ. വെന്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ റവ പാലിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളൊരു വേറൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ വെന്ത റവ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയും റവയുമായിട്ട് നമ്മൾ കുറേ സമയം നന്നായിട്ട് ഇതിൽ കയറി ഒന്ന് യോജിക്കണം. പഞ്ചസാര നന്നായിട്ട് ഇതിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ 1 സ്പൂൺ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് 1 നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ഗ്രാമ്പും അതിട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ കേസരി റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഏലക്കാപ്പൊടിയിൽ പഞ്ചസാര ചേർത്ത് വെച്ച് പൊടിച്ചതാണ്. അതാണ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. കുറച്ച് നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ നട്ട്സ് ഇതിൽ കിടന്ന് വേകണം. നമ്മുടെ കേസരി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് മുഴുവനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്.
നമ്മുടെ സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ കേസരിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കേസരി ഇവിടെ റെഡിയായി. നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം. ടേസ്റ്റി നുറുക്ക് ഗോതമ്പിൻ്റെ കേസരി ഇതാ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.